റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് 2022 ശേഷം ആഗോള ഊർജ്ജ വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങൾ ഇന്നും രാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്രങ്ങളെ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ വ്യാപകമായി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പല രാജ്യങ്ങളും റഷ്യയുടെ എണ്ണ ഇറക്കുമതി കുറച്ചു. എന്നാൽ ഇന്ത്യ വിപരീതമായ സമീപനമാണ് സ്വീകരിച്ചത്. വിലക്കുറവിൽ ലഭ്യമായ റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപകമായി വാങ്ങി. മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ നിലപാട് പെട്ടെന്ന് മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യക്ക് മാത്രമായിരിക്കില്ല, ആഗോള എണ്ണ വിപണിക്കും ഗൗരവകരമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. രാജന്റെ അഭിപ്രായത്തിൽ റഷ്യ എണ്ണയുടെ വിതരണത്തിൽ വൻ കുറവ് സംഭവിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ ലഭ്യത നേരിട്ട് ബാധിക്കും. ഡിമാൻഡ് സപ്ലൈ അനുപാതം തകരാറിലായതിനാൽ വില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ലോകത്താകമാനം ഇന്ധന ചെലവുകൾ ഉയർത്തും. ഇതിനൊപ്പം ഗതാഗത ചെലവ്, ഉൽപാദന ചെലവ്, വൈദ്യുതി ഉൽപാദന ചെലവ് മുതലായവ കൂടി ഉയർന്നേക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവില മുതൽ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് വരെ വില വർദ്ധിച്ച് വികസിത രാജ്യങ്ങൾക്ക് പോലും സാമ്പത്തികമായ സമ്മർദ്ദം ഉണ്ടാക്കും. എന്നാൽ വികസ്വര രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതിക്കാരൻ കൂടുതൽ കഷ്ടത നേരിടേണ്ടി വരും. 2024 കണക്കുകൾ പ്രകാരം ഇന്ത്യ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ ഏകദേശം 35% റഷ്യയിൽ നിന്നാണ് വരുന്നത്.